എൻ്റെ ഈ റിവ്യൂവിന് വലിയൊരു പ്രസക്തി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രേക്ഷകർക്ക് 100% ഗ്യാരണ്ടിയുള്ള രണ്ട് ആക്ടേഴ്സിൻ്റെ സിനിമയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മാരീസൻ എന്നാൽ ആൾമാറാട്ടം നടത്തുന്നയാൾ എന്നാണ്. വി കൃഷ്ണമൂർത്തി തിരക്കഥയൊരുക്കി സുധീഷ് ശങ്കർ സംവിധാനം ചെയ്ത സിനിമയാണ് മാരീസൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്യാരണ്ടീഡ് ആക്ടേഴ്സായ ഫഹദ് ഫാസിലും വടിവേലുമാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇതിനു മുൻപ് നമ്മൾ ഈ കോംബോ കണ്ടിട്ടുണ്ട്. അതെ, മാമനിലായിരുന്നു ആ കോംബോ. അതിൽ ഫഹദ് ഫാസിൽ ഒരു വില്ലൻ കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചത്. ആ സിനിമയിൽ നിന്ന് മാരീസനിലേക്ക് എത്തുമ്പോൾ കുറച്ചുടായ്പും കുറച്ച് തട്ടിപ്പും ഒക്കെ ഉള്ള ഒരു കള്ളൻ കഥാപാത്രത്തെയാണ് ഫഹദ് ഫാസിൽ അവതരിപ്പിക്കുന്നത്. എവിടേക്കോ എനിക്ക് തൊണ്ടിമുതലും ദൃസാക്ഷിയിലെ പ്രസാദിനെ ഓർമ്മ വന്നു. ഒരു 8 കൊല്ലം പുറകോട്ട് പോയ പോലെ. ഇനി എനിക്ക് വ്യക്തിപരമായി തോന്നിയ ഒരു കാര്യം പറയട്ടെ. കുമ്പളങ്ങി നൈറ്റ്സ്, പുഷ്പ, ട്രാൻസ്, ഇരുൾ, മലയംകുഞ്ഞ്, ആവേശം തുടങ്ങിയ സിനിമകളിൽ ഫഹദ് ഫാസിൽ കുറച്ച് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നി. അത് ബ്രേക്ക് ചെയ്ത സിനിമകളിൽ ഒന്നായിരുന്നു പാച്ചുവും അത്ഭുത വിളക്കും. മാരീസനും ആ ടൈപ്പ് കാസ്റ്റിങ്ങിന് ഒരു ബ്രേക്ക് തന്നെയായിരിക്കും. വടിവേലു തമിഴ് സിനിമയിലെ ഒരു അണ്ടർ റേറ്റഡ് ജെമ്മാണ്. ഇതാദ്യമായല്ല ഒരാൾ പറയുന്നത്, പക്ഷേ മാരീസൻ അത് വീണ്ടും നമ്മളെ പറയാനായി പ്രേരിപ്പിക്കുന്നു. ഫഹദ് ഫാസിലും വടിവേലും തമ്മിലുള്ള കെമിസ്ട്രി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കുന്ന സിനിമയിലെ അവിഭാജ്യ ഘടകമായി നമുക്ക് തോന്നുന്ന മറ്റൊരു കഥാപാത്രമാണ് ഈ സിനിമയിലെ RX-100 ബൈക്ക്. ആ ബൈക്ക് യാത്ര കാണുമ്പോൾ മെയ്യഴകനിലെ ചില സീനുകളൊക്കെ നമുക്ക് ഓർമ്മ വന്നേക്കാം. മാരീസനിൽ എടുത്തു പറയേണ്ട മറ്റു കഥാപാത്രങ്ങൾ കോവൈ സരളയുടെയും സിത്താരയുടെയും വിവേക് പ്രസന്നയുടെയും ഒക്കെയാണ്. കോവൈ സരള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോലീസ് കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ടിപ്പിക്കൽ റോളുകളിൽ നിന്ന് തികച്ചും മാറി നിൽക്കുന്ന ഒരു വേഷമാണ് കോവൈ സരള ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അത്തരമൊരു വേഷം കോവൈ സരളയ്ക്ക് കൊടുത്തതിന് സംവിധായകനോട് എനിക്ക് വലിയൊരു നന്ദി പറയാൻ തോന്നുന്നു. വിവേക് പ്രസന്ന മറ്റു സിനിമകളിലും നമ്മളെല്ലാം വന്ന് ഞെട്ടിച്ചിട്ടുള്ള ഒരു ആക്ടറാണ്. ഈ സിനിമയിലും നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. ഒരു ഫീൽ ഗുഡ് സിനിമ പ്രതീക്ഷിച്ചാണ് ഞാൻ സിനിമ കാണാൻ പോയത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ തന്നെയായിരുന്നു. ഇന്റർവൽ ബ്രേക്കിന് ശേഷമാണ് സിനിമ ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ കൺഫ്യൂഷൻ അടിച്ചു പോയത്. ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഒന്നും വെച്ച് ഈ സിനിമ കാണാൻ പോകരുത്. ഫഹദ് ഫാസിലിനെയും വടിവേലിനെയും കെമിസ്ട്രി ഇഷ്ടപ്പെടുന്ന ഇവർ രണ്ടുപേരുടെയും അഭിനയം കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല.